മാസം വെയിറ്റ് ചെയ്യണമെന്ന് ആര് പറഞ്ഞെടുത്തതാണ്? ഇപ്പം എനിക്ക് ലൈസൻസ് കിട്ടിയ സമയത്തും ആരൊക്കെ പറഞ്ഞിരുന്നു 6 മാസത്തേക്ക് വണ്ടി ഓടിക്കരുത്, വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ആയി പോകും. അതൊക്കെ പണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണും കേട്ടോ. പലരും പറയലുണ്ട്. കാരണം നിങ്ങൾ 6 മാസത്തിനിടയ്ക്ക് നിങ്ങളുടെ ലൈസൻസിൽ എന്തെങ്കിലും ബ്ലാക്ക് പോയിന്റോ അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ലൈസൻസിൽ ആക്സിഡൻറ്റ് വല്ലതും കോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് ടെസ്റ്റ് ചിലപ്പോൾ റെഫർ ചെയ്ത് തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ പിന്നെയും ചിലപ്പോൾ ഒന്നേന്ന് തൊട്ട് ലൈസൻസ് എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഈ 6 മാസത്തിനുള്ളിൽ വാഹനം ഓടിക്കരുതെന്ന് ചിലരൊക്കെ പറയാനായിട്ടുള്ള. ഇതിലിപ്പോൾ സാധാരണ പറയുന്നത്, ഇപ്പോൾ വണ്ടി ആക്സിഡൻറ്റ് 6 മാസത്തിനുള്ളിൽ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈസൻസ് തിരിച്ചു വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അവർ ചെയ്തത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് 3 കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒന്ന്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആള് ദുബായിലായിരുന്നു, കോളേജ് കൊടുത്തു, പാസ്സായി പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഷാഫിക്ക എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവന് ട്രെയിനിങ് വേണം, അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് ടൈം കൊടുത്തു. വന്ന സമയത്ത് അവരെങ്ങനെ ഇവൻ്റെ ഫ്രണ്ട് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഈ പാസ്സായ ആൾ പിറ്റേ ദിവസം, ഇന്ന് കോളേജ് പാസ്സായി പിറ്റേ ദിവസം ദുബായിൽ നിന്ന് വണ്ടി റെന്റിന് എടുത്തിട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ വന്ന്? പറഞ്ഞാൽ വണ്ടി ആയിരുന്നെന്ന് ചോദിച്ചാൽ. അപ്പോൾ എന്നോട് പറഞ്ഞു അത് റെന്റേക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു, ആള് വണ്ടി എടുത്ത് വന്നു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു മലയാളി സുഹൃത്താണ്. അപ്പോൾ അവരെ മകള് പഠിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ടെസ്റ്റ് പാസ്സായി. നമുക്കൊന്നാമത് ഒരാൾ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അത് വരുന്നവരെ നമുക്കൊരു ടെൻഷനായിരിക്കും, എന്തായി എന്നുള്ളൊരു വെപ്രാളായിരിക്കും. അപ്പോൾ ഇവര് ടെസ്റ്റ് പാസ്സായി എന്നോട് വിളിച്ചു പറഞ്ഞില്ല. അപ്പം ഞാൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു നോക്കി. പിന്നെ ടെസ്റ്റ് എന്തായിന്ന് ചോദിച്ചു. അവരോട് അത് പാസ്സായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചു. പാസ്സായി കഴിഞ്ഞാൽ പറയണ്ടേ, റിസൾട്ട് എന്താണെങ്കിലും പറയണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സോറി, ഞാൻ ലൈസൻസ് കിട്ടിയ ആ സന്തോഷത്തിൽ അപ്പം തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു. പിന്നെ മോൾക്ക് വണ്ടി കൊടുത്തു. മോളായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്, ഞാൻ മോളെ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അത് 2. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ലൈസൻസ് കിട്ടി, ഒരാൾ ലൈസൻസ് കിട്ടിയതിന് പിറ്റേ ദിവസം തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. രണ്ടാമത്തത് പിന്നെ ലൈസൻസ് കിട്ടിയ ആ സെയിം ടൈമിന് തന്നെ അവർ മോൾക്ക് വണ്ടി കൊടുത്തു. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കയാണ് ഹാഷിംക. അപ്പോൾ ഹാഷിംക മുന്നേ സൗദിയിലായിരുന്നു. അപ്പോൾ സൗദിയിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ കമ്പനി ഇങ്ങോട്ട് മാറിയത് എന്താണെന്നറിയില്ല. ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ആളിങ്ങോട്ട് വന്നു. അപ്പോൾ ലൈസൻസിന് ഫയലൊക്കെ ഓപ്പൺ ചെയ്തു, പാർക്കിംഗ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നോർമലായിരുന്നു അവർ. അപ്പോൾ എന്തോ അവർ ഇന്ത്യൻ ലൈസൻസ് വെച്ച് കൊടുത്തില്ല. അങ്ങനെ ടെസ്റ്റ് കൊടുത്തു, അവർ പാസ്സായി. ആഷിഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ആള് സൗദിയിൽ വണ്ടി ഓടിച്ചു, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തു. അപ്പോൾ വലിയൊരു ആക്സിഡന്റ് നടന്നു. അതിനുശേഷം ആള് ജയിലിലായി. അവർക്ക് നന്നായിട്ട് പരിക്ക് പറ്റി തോന്നുന്നുണ്ട്. സൗദി ലോക്കലിന് നന്നായിട്ട് പരിക്ക് പറ്റി. ആള് ജയിലിലായിരുന്നു. അപ്പൊ ജയിൽ മോചിതനാവില്ല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ആളെ പ്രാർത്ഥനയും കാരണമൊക്കെ ദൈവം കേട്ടു. അങ്ങനെ ആള് മോചിതനായി. അതിനുശേഷം 25 വർഷത്തേക്ക് ആള് വണ്ടി തൊട്ടിട്ടില്ല. അങ്ങനത്തെ ആള് അന്ന് ലൈസൻസ് കിട്ടിയ അന്ന് തന്നെ എന്ത് ചെയ്തു, ആള് അലയിൽ പോയിട്ടുണ്ട്. കിട്ടിയിരുന്ന കയ്യില് ലൈസൻസ് കിട്ടി പിറ്റേന്ന് നിങ്ങൾ വണ്ടി എടുത്ത് ഓടിച്ചില്ലേ? ഞാൻ ലൈസൻസ് അന്ന് രാവിലെ കിട്ടുന്നു, പിന്നെ ഉച്ചയ്ക്ക് ലൈസൻസ് കിട്ടി. അന്ന് വൈകുന്നേരം തന്നെ പിന്നെ നേരെ അല്ലയിൽ പോയി. നേരത്തെ എനിക്ക് ഷാപ്പിയില് ലൈസൻസ് കിട്ടാതെ വണ്ടി തന്നില്ലേ, അവന്റെ കാറും കൊണ്ടുപോയി. അപ്പൊ ഈ 3 മുഖങ്ങൾ എന്റെ മനസ്സിൽ വന്നു ഈ വോയിസ് കേട്ട സമയത്ത്, ഈ വീഡിയോ കണ്ട സമയത്ത്. എല്ലാവരും ലൈസൻസ് കിട്ടി അന്ന് തന്നെ വണ്ടി ഓടിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. അങ്ങനൊന്നുമില്ല.
നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ടോ 6 മാസം വെയിറ്റ് ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ഇല്ലാത്തത് അടിച്ചിറക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ റെന്റേക്കാറിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് തരൂല. റെന്റേക്കാറിന് അവർ 6 മാസം കഴിയാതെ അവര് റെന്റേക്കാർ തരില്ല. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ്, ഇപ്പൊ ചിലർ ഇൻഷുറൻസ് ഫുൾ കവർ തരൂല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾ പിറ്റേന്ന് തന്നെ വണ്ടി ഓടിച്ചു കൊടുക്കണം.